الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. ബഹുമാന്യ സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ സൃഷ്ടാവായ നാഥനായ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൽ എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ടും സൂക്ഷിച്ചുകൊണ്ടും തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കുക, ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുവാനാകട്ടെ. മുഅ്മിനീകളായി ജീവിക്കാനോ മുത്തഖീകളായി ജീവിക്കാനോ ഈമാനോടുകൂടി മുത്തഖീകളായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് ഒരു ചെറിയ ബ്രേക്ക് ആവശ്യമാണ്. കൊണ്ട് സാന്ദർഭികമായ ചില കാര്യങ്ങൾ പറയാം. നമ്മൾ ദുൽഹജ്ജിലേക്ക് അടുത്തുകൊണ്ടിരിക്കാം. ദുൽഹജ്ജ് മാസം, ദുൽഹിജ്ജ എന്നും പറയും. ഹജ്ജുള്ള മാസമാണ്. ആ മാസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് ഹജ്ജിൻ്റെ മാസമാണ് എന്നതാണ്. അതിലാദ്യത്തെ 10 ദിവസങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകൾ വേറെയുണ്ട്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് നമ്മുടെ സഹോദരന്മാർ പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ പേർ അവിടെ എത്തിച്ചേർന്നു. ഒരുപാട് പേര് യാത്രക്ക് ഒരുങ്ങി കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരന്മാർക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ഹജ്ജ് നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകുവാനാണ്. വിഷമങ്ങളൊന്നുമില്ലാതെ, പ്രയാസങ്ങളൊന്നുമില്ലാതെ മബ്രൂറായ മഖ്ബൂലായ ഹജ്ജ് നിർവഹിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ അവരുടെ കുടുംബങ്ങളിലേക്ക് തിരിച്ചെത്താൻ റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ തുണക്കട്ടെ. സന്ദർഭത്തിൽ ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ചരിത്രം, അതിൻ്റെ പശ്ചാത്തലം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ കാര്യങ്ങൾ ചിന്തിക്കേണ്ടുന്ന സമയമാണ്. നമുക്കറിയാം, നമ്മളൊരുപാട് കേട്ടതാണ്, നമ്മളൊരുപാട് പഠിച്ചതാണ്, നമ്മളൊരുപാട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്, ഒരുപാട് വായിച്ചിട്ടുള്ളത് ഒക്കെ ശരിയാണ്. എന്നാലും സന്ദർഭത്തിൻ്റെ തേട്ടം അനുസരിച്ച് നമ്മൾ നമ്മുടെ ഓർമ്മകളെ പുതുക്കുക, നമ്മുടെ ചിന്തകളെ നവീകരിക്കുക, നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുക, മനസ്സിലാക്കിയ കാര്യങ്ങൾ വീണ്ടും മനസ്സിലാക്കുക. ആ ഒരു അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. പരിശുദ്ധ കഅബ
കേന്ദ്രമാക്കിയാണ് ഹജ്ജ്. കഅബാലയം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അത് നമ്മുടെ ഖിബിലയാണ്. ഖിബില എന്ന് പറഞ്ഞാൽ എന്താണ്? ദിശയാണ്. നമ്മൾ തിരിഞ്ഞു നിൽക്കുന്നത്, ഇപ്പം നിങ്ങളൊക്കെ തിരിഞ്ഞിരിക്കുന്നത് കഅബയിലേക്കാണ്. കുറച്ച് കഴിഞ്ഞ് ഞാനും കഅബയിലേക്കാണ് തിരിയും. സത്യവിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ എപ്പോഴും ദിശയാക്കി വെച്ചിട്ടുള്ളത്, നമുക്ക് നിർണയിക്കപ്പെട്ടിട്ടുള്ളത് പരിശുദ്ധ കഅബയാണ്. അത് ജീവിതത്തിലും മരണത്തിലും മരണാനന്തരവും ജീവിച്ചിരിക്കുമ്പോൾ ദിവസേന 5 നേരം ചുരുങ്ങിയത് നമ്മൾ കഅബയിലേക്ക് തിരിയും. ചുരുങ്ങിയത് 5 നേരം നമസ്കരിക്കണം. നമുക്ക് ഒരസുഖം വന്നു കഴിഞ്ഞാൽ രോഗിയെ മുഖം തിരിച്ച് കിടത്തുന്ന കഅബയിലേക്ക് കിടത്തൽ സുന്നത്താണ്. മരിച്ചു കഴിഞ്ഞ ആളുടെ മുഖം കഅബയിലേക്ക് തിരിച്ചാണ് കിടത്തുന്നത്. മരിച്ചു കഴിഞ്ഞ് ഖബറിൽ കൊണ്ടുപോയിട്ട് നമ്മൾ മറവ് ചെയ്യുമ്പോൾ കിടത്തിയിട്ട് മുഖം ചെരിച്ച് കവിളൊട്ടി മണ്ണിലൊട്ടി കഅബയിലേക്ക് തിരിച്ചു കിടത്തും. ജീവിതത്തിലും മരണത്തിലും പിന്നെ മരിച്ചതിന് ശേഷം മണ്ണിലേക്ക് ചേരുമ്പോഴും കഅബയിലേക്കാണ് വിശ്വാസിയുടെ മുഖം. അതാണ് വിശ്വാസിയുടെ ഖിബ്ല. എന്താണ് കഅബയുടെ പ്രത്യേകത? ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്ക മുബാറകൻ വഹുദൻ ലിൽആലമീൻ. ഭൂമിയിൽ ആദ്യമായിട്ട് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി, ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട മന്ദിരമാണ് കഅബ. ഭൂമിയിൽ ആദ്യമായി ഉണ്ടായത്. അപ്പോൾ ആരാണ് കഅബ പണിതത്? നമ്മൾ പറയും ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ് കഅബ പണിതത്. അപ്പോൾ ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹി സ്വലാം കഅബ പണിതു എന്നല്ല മനസ്സിലാക്കേണ്ടത്, കഅബ പുതുക്കി പണിതു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കഅബ അതിനു മുമ്പേ ഉണ്ട്. മലക്കുകളാണത് നിർമ്മിച്ചത്, സ്ഥാപിച്ചത്. ആദം നബി അലൈഹി സ്വലാം മുതലുള്ള പ്രവാചകന്മാരൊക്കെ അവിടെ വന്ന് ആരാധനാകർമ്മങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് എന്നൊക്കെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വ്യാഖ്യാനിക്കാനും ഖുർആനിൽ നിന്ന് ചില ആയത്തുകളൊക്കെ ആ രൂപത്തിൽ മനസ്സിലാക്കാനും ഒക്കെ പറ്റും. ഒന്നുകിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പണിതു, അല്ലെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പുതുക്കി പണിതു. ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെ എങ്ങനെ എത്തിയ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് നമുക്കറിയാം, അദ്ദേഹം ഇറാഖിലാണ് ജനിച്ചത്. ഇറാഖിലെ ബാബിലോണിയയിൽ പഴയ നാഗരികതയുടെ സംസ്കാരത്തിൻ്റെ കളിത്തൊട്ട് അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ജനനം. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെ ഒതുങ്ങിയ ആളല്ല. അദ്ദേഹം ലോകം മുഴുവൻ, അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിലൂടെ, മനുഷ്യ സംസ്കാരമുള്ള, നാഗരികതയുള്ള, ജീവിതമുള്ള ഇടങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുള്ള, ദേശാടനം നടത്തിയ പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഇറാഖിൽ നിന്ന് തുടങ്ങിയ അന്നത്തെ കാലത്ത് ഏതാണ്ട് 4500 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. അന്ന് ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ? മനുഷ്യർക്ക് സഞ്ചരിക്കാവുന്ന, നടന്നു പോകാവുന്ന കേവലം ചവിട്ട് വഴികളും പാതകളും മാത്രമേ കാണൂ. അങ്ങനെയുള്ള ഒരു കാലത്ത് അങ്ങനെ വലിയ യാത്ര നടത്തി ഇറാഖിൽ നിന്ന് തുടങ്ങി മിഡിൽ ഈസ്റ്റിലൂടെ എന്നൊക്കെ നമുക്ക് പറയാവുന്ന രൂപത്തിലൊക്കെ സഞ്ചരിച്ച് ഇങ്ങനെ പോയി ഫലസ്തീൻ, ജോർദാൻ, ഈജിപ്ത് വരെ എത്തി. ബിലാദുഷാം എന്ന് പറയും. ഷാം ഈ ബിലാദുഷാം എന്നറിയപ്പെടുന്നത് ഇന്ന് പല നാടുകളാണ്. സിറിയ എന്ന് മാത്രമല്ല, അത് സിറിയ അതിൽപ്പെടും, ലെബനാൻ അതിൽപ്പെടും, ഫലസ്തീൻ അതിൽപ്പെടും, ജോർദാൻ അതിൽപ്പെടും. ഇതൊക്കെ കൂടി ചേർന്ന ഒരു പ്രദേശത്തിനാണ് ബിലാദുഷാം എന്ന് പറയും. ഈ ബിലാദുഷാമിലൂടെ അതിലേറ്റവും പ്രധാനപ്പെട്ട ഇടത്ത് തൻ്റെ മകനെ കൊണ്ടുപോയിട്ട് താമസിപ്പിച്ചു ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം. ഈജിപ്ത് വരെ പോയി. ഈജിപ്തിൽ നിന്നാണ് തനിക്ക് ഹാഗാർ എന്ന് പറയുന്ന ഹാജർ എന്ന് നമ്മൾ പറയുന്ന പത്നിയെ കിട്ടുന്നത്. അവിടുന്ന് കിട്ടിയതാണ്. എന്നിട്ട് പിന്നെ അറേബ്യൻ ഉപദ്വീപിലൂടെ സഞ്ചരിച്ചു. ബിലാദ് ഷാം അറബ് നാടല്ല ശരിക്കും, അത് പിന്നെ അറബി ആയതാണ്. ശരിക്കും അറബ് നാടെന്ന് പറയുന്നത് ഹിജാസ്, ഈ മക്കയും സൗദി അറേബ്യ അതുപോലെ അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ളതാണ് ഹിജാസ് അല്ലെങ്കിൽ അറബ് നാടെന്ന് നമ്മൾ പറയുന്നത്. മറ്റേ അറബിയൊക്കെ പിന്നെ അവിടെ എത്തിയതാണ്. ഇവിടങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചു. അതിൻ്റെ മർമ്മപ്രധാനമായ കേന്ദ്രത്തിൽ വന്നു, അതാണ് മക്ക. അവിടെ മകനെ താമസിപ്പിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം വന്നതോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കൊണ്ടുവന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെ വന്ന് അവിടെ തൻ്റെ മോനെയും
ഭാര്യയെയും കുടുംബത്തെയും താമസിപ്പിച്ചിട്ട് പിന്നെ അവിടുന്ന് പോകുന്ന കഥയാണ്. ഇത് പരന്ന കഥയാണ്, നമുക്കറിയാം. അതെല്ലാം കൂടെ പറയലൊന്നും എനിക്ക് ഉദ്ദേശമല്ല. ഞാൻ പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അങ്ങനെ മക്കയിൽ വന്നു. തൻ്റെ ഒരു മോനെ, മൂത്ത മകനാണ് ഇസ്മായിൽ അലൈഹി ഇസ്ലാം, മൂത്ത മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ മക്കയിൽ താമസിപ്പിക്കുന്നു. പിന്നെ ഒരു മോനെ പിന്നീട് അവിടെ ഫലസ്തീനിൽ താമസിപ്പിക്കുന്നു, ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം. അദ്ദേഹത്തിൻ്റെ പുത്രനായ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം. യാക്കൂബ് നബിയുടെ വേറൊരു പേരാണ് ഇസ്രായേൽ എന്നത്. അദ്ദേഹത്തിൻ്റെ സന്തതി പരമ്പരയാണ് പിന്നെ ഇസ്രായേലിൽ എന്നറിയപ്പെട്ടത്. അപ്പോൾ ഇവിടെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം, അവിടെ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇവിടെ മക്കയിൽ ഇവിടെ കുടുംബത്തെ താമസിപ്പിച്ചു. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി പോയി, ദേശാടനത്തിന് വേണ്ടി പോയി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് പിന്നെ കൽപ്പന കൊടുത്തു, അവിടെ ഒന്നുകിൽ അവിടെ എൻ്റെ ഭവനമുണ്ട്, എനിക്ക് ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഭവനം അവിടെ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു ഭവനം പണിയണം. ഇബ്രാഹിം മക്കാനൽ ബൈത്ത്, ആ ബൈത്ത് അൽ ബൈത്തിന്റെ, അൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ അതാണ് ബൈത്ത്, നമുക്കൊക്കെ ഉള്ളത് ബൈത്ത്. അൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ അത് കഅബയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭവനം. ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭവനം നിൽക്കുന്ന ഇടം നാം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് കാണിച്ചു കൊടുത്തെന്നോ അല്ലെങ്കിൽ സൗകര്യപ്പെടുത്തി കൊടുത്തു വന്നു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അല്ലാ തുശ്രിക് ബി ഷൈഅ, അവിടെ ഒരു ഭവനം, ഒരു കെട്ടിടം ഉണ്ടാക്കണം, ഒരു മന്ദിരം ഉണ്ടാക്കണം. അതാണ് പരിശുദ്ധ കഅബാലയം. അതുണ്ടാക്കാനുള്ള കൽപ്പന കൊടുത്തിട്ട് പറഞ്ഞു, അല്ലാ തുശ്രിക് ബി ഷൈഅ. എന്നിട്ട് ശ്രദ്ധിക്കണം, എൻ്റെ കാര്യത്തിൽ അവിടെ ഒരു ഷിർക്ക്, എന്നിലൊന്നും പങ്കു ചേർക്കാൻ പാടില്ല, ഷിർക്ക് ചെയ്യാൻ പാടില്ല. ഏകനായ എനിക്ക് ഇബാദത്ത് ചെയ്യാനും എന്നെ ആരാധിക്കാനും വേണ്ടിയുള്ള ഭവനമായിരിക്കണം അത്. ഷിർക്ക് അവിടെ ഉണ്ടാകാൻ പാടില്ല, ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല എന്നിൽ എന്ന പ്രധാനപ്പെട്ട കൽപ്പന കൊടുത്തു. പിന്നൊരു കൽപ്പന കൊടുത്തപ്പോൾ ത്വഹിർ ബൈത്തി ലിത്വാഇഫീൻ വൽ ഖായിമീൻ വറുക്കഇ സുജൂദ്. അവിടെ ആരാധനകൾ നടക്കും. അവിടെ പ്രധാനപ്പെട്ട ഒരു ആരാധന കഅബയ്ക്ക് പ്രദക്ഷിണമാണ്, തവാഫ് ചെയ്യുന്നവർക്ക് വേണ്ടി, നമസ്കരിക്കുന്നവർക്ക് വേണ്ടി അവിടെ വൃത്തിയാക്കി വെക്കണം. ആരാധനാലയം വൃത്തിയുള്ളതായിരിക്കണം. ഏറ്റവും വൃത്തിയുള്ള ഇടം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ ഭവനായിരിക്കണം. അതിൻ്റെ ഉള്ളും പുറവും പരിസരവും ഒക്കെ വൃത്തി. ഞാനതിൻ്റെ ഇടയിൽ പറയാണ്, നമ്മുടെ എല്ലാ പള്ളിയും അങ്ങനെ ആയിരിക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മന്ദിരം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ കൊടുത്ത കൽപ്പന എന്താണെന്നറിയാം, ശുദ്ധിയാക്കി വെക്കണം. ഇന്നും അവിടുത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ ഈ ഒരു കാര്യത്തിന് നല്ല ശ്രദ്ധ കൊടുക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ലക്ഷക്കണക്കിന് മനുഷ്യർ ഒരു ദിവസം കറങ്ങിത്തിരിയുന്ന ഇടമാണ്. പക്ഷേ ഒരു അശുദ്ധി നമുക്കവിടെ, അല്ലെങ്കിൽ ഒരു വൃത്തികേട് നമുക്ക് അവിടെ കാണാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാ, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അപ്പോൾ ഇത് ഉണ്ടാക്കുക. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അദ്ദേഹത്തിന്റെ പുത്രൻ അതിൽ സഹായിച്ചു. ആ കഥയൊക്കെ നമുക്കറിയാം. എന്നിട്ട് പറഞ്ഞു, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ് വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, ഇനി ജനങ്ങൾക്കിടയിൽ വിളംബരം നടത്തുക. ഇവിടെ വന്നിട്ട് ഹജ്ജ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ച് യാത്ര ചെയ്യാന്ന. ശരിക്കും ഹജ്ജ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഉദ്ദേശിച്ച് യാത്ര. കഅബ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര ചെയ്ത് അവിടെ പോയിട്ട് ആരാധന നിർവഹിക്കുന്നവനാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അപ്പൊ താങ്കൾ എന്ത് ചെയ്യണം? ഹജ്ജ്, ജനങ്ങൾക്കിടയിൽ വിളംബരം നടത്തണം, ലോകത്ത് മുഴുവനും വിളിച്ചറിയിക്കണം, ഇങ്ങനെ ഒരു ഭവനം അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഇവിടെ പണിതെടുക്കുന്നു, ഇവിടെ വന്നിട്ട് നിർവഹിക്കണം, ആരാധനകൾ നിർവഹിക്കണം, ഹജ്ജ് നിർവഹിക്കണം, ഉംറ നിർവഹിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൊട്ടടുത്ത കുന്നിൽ കയറി നിന്ന് ലോകത്തെ ആഹ്വാനം ചെയ്തു എന്നാണ്. സഫാ കുന്നിൽ കയറി ലോകത്തെ മുഴുവൻ വിളിച്ചു. ഇപ്പം നമ്മൾ ഒക്കെ പറയുമല്ലോ, ഹജ്ജിന് പോകുന്നവർ ഇബ്രാഹിം നബിയുടെ വിളി കിട്ടി, അങ്ങനെയാണ് പോണത്. ചില ആളുകൾ എല്ലാ ശ്രമവും നടത്തിയിട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ പറയും വിളി എത്തിയില്ല. ഒരുപക്ഷെ അത് ഒരു ശരിയാണ്, ഒരു അർത്ഥത്തിൽ അങ്ങനെ പറഞ്ഞാൽ ശരിയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ വിളി കിട്ടി, ആ വിളിക്കനുസരിച്ചാണ് നമ്മൾ പോകുന്നത്. ആ കഅബ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര, അതാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കഅബ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. നമ്മുടെ ദിശയാണ്, നമ്മുടെ ഖിബ്ലയാണ്, ഭൂമിയിൽ ആദ്യമായി ഉണ്ടായ മന്ദിരമാണ്. ഇപ്പം അതിനകത്ത് നമസ്കാരമല്ല, പക്ഷെ അത് വികസിപ്പിച്ച് അതിൻ്റെ ചുറ്റും മസ്ജിദുൽ ഹറാം എന്ന് പറയുന്ന പള്ളി ഉണ്ടാക്കിയിരിക്കാം.
ആ പള്ളിയിൽ അവിടെ കഅബയ്ക്ക് അകത്താകട്ടെ അല്ലെങ്കിൽ പുറത്താവട്ടെ, അതിന് ചുറ്റാവട്ടെ, ആ പള്ളിയിലുള്ള നമസ്കാരത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞത് മറ്റു പള്ളികളിൽ നിങ്ങൾ നമസ്കരിക്കുന്നതിനേക്കാളും 100 ഇരട്ടി, 1,00,000 ഇരട്ടി, 100,000 എന്നാ പറഞ്ഞു, 1,00,000 ഇരട്ടി പ്രതിഫലമുണ്ട്. അകത്ത് അത്രയും പ്രാധാന്യമുള്ള ഒരു പള്ളിയും വേറല്ല. പിന്നുള്ളത് മസ്ജിദ് നബവിയാണ്. 1000 റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു. ചില ആളുകളും യാത്ര പോയിട്ട് കൂടുതലും മദീനത്ത് നിസ്കരിക്കാം. മദീനത്ത് നിസ്കരിക്കുന്നതിന് 1000 ഇരട്ടിയുള്ളൂ. മദീന മോശമാണെന്നല്ല. മക്കയ്ക്ക് എത്ര അള്ളാഹിന്റെ റസൂല് പറഞ്ഞു? 1,00,000 ഇരട്ടി. അവിടെ ഒരു നിസ്കാരം കൂടുതൽ കിട്ടിയ അതാണ് ഖൈറ്. പിന്നെ മസ്ജിദുൽ അഖ്സയെ കുറിച്ചും പറഞ്ഞു. 3 പള്ളികളാണ് നമുക്ക് ലോകത്ത് പ്രധാനപ്പെട്ടത്. പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് യാത്ര ചെയ്യാവുന്ന 3 പള്ളികളെ ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു. മറ്റുള്ളവർക്ക് എല്ലാ പള്ളിയും, ചെറുതാവട്ടെ വലുതാവട്ടെ, ചുങ്കത്തെ പള്ളി, ശാന്തപുരത്തെ പള്ളി, മറ്റേ പള്ളി, നമ്മളെ സ്രാമ്പി പള്ളി ഒക്കെ ഒന്നാണ്. എല്ലാ പള്ളികളും അത് ഒരൊറ്റ ദർജയില്ല, ഒരൊറ്റ പദവിയില്ല. പദവികൾ കൂടുതലുള്ളത് 3 പള്ളിക്കാണ്. 1, 2, 3. 1,00,000 ഇരട്ടി പുണ്യമാണ് അവിടുത്തെ ഒരു നമസ്കാരത്തിനെന്ന് പറയും. എന്തുമാത്രം പ്രത്യേകതയാണെന്നുള്ളത് നോക്കും. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കഅബ എന്ന് പറയുന്നത് വെറുതെ ഇരുന്നാലും കഅബയിലേക്ക് തിരിഞ്ഞിരിക്കുക, ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ കഅബയിലേക്ക് തിരിഞ്ഞിരിക്കുക, പ്രാർത്ഥിക്കുകയാണെങ്കിൽ കഅബയിലേക്ക് തിരിഞ്ഞിരിക്കുക. അങ്ങനെ കഅബ അവരുടെ ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഞാനതിന് പറയുന്നത്, വിശ്വാസികൾ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ കഅബയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. നെഞ്ചു പിളർത്തി നോക്കിയാൽ അവിടെ ഹൃദയം കാണും പോലെ കഅബ കാണും. വിശ്വാസിയുടെ ഉള്ളിൻ്റെ ഉള്ളിലാണ് കഅബ. നമ്മളിപ്പോൾ അതിൻ്റെ ചിത്രമൊക്കെ കാണുന്നുണ്ട്, വീഡിയോ കാണുന്നുണ്ട്, അല്ലേ? ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല, നമ്മൾ ഈ മിക്ക ആളുകൾക്കും ഒരു ഉംറക്കയിലും പോകാൻ പറ്റാത്തൊരിപ്പോൾ എങ്ങനെയെങ്കിലും ആയിട്ട് ആളുകൾ പോകും. സഹോദരിമാരൊക്കെ ഇപ്പം അങ്ങനെയാണ്. വിറ്റുപെറുക്കിയിട്ടും ആഭരണങ്ങൾ വിറ്റിട്ട് വളമാലയൊക്കെ വിറ്റിട്ടെങ്കിലും ഒരു ഉംറക്ക് പോവുക. കാരണം സാധ്യമാകുന്നൊരു സംഗതിയാണ്. അപ്പം അങ്ങനെ അത്രയും ഇത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ നോക്കൂ, ഇത് കാണാത്തൊരു കാലം ഉണ്ടായിട്ടുണ്ട്. 50 കൊല്ലം മുമ്പ് കഅബ എന്താ? ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടൊരു പണി നമ്മളൊക്കെ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഈ ഒരു അത്തറിൻ്റെ ഒരു പെട്ടിയും തൂക്കി പിടിച്ചിട്ട് ഒരു പെട്ടിയും കൊണ്ട് ഒരു ക്യാമറ പോലത്തെ ഒരു സാധനം കൊണ്ട് ഒരാൾ ഞങ്ങളുടെ നാട്ടിൽ കൂടെ ഒക്കെ വരും. മക്കോ മദീനും കാണാമെന്ന് പറയും. 10 പൈസ. അപ്പോൾ ആകെ കൂടി എങ്ങനെയെങ്കിലും ഒരു 5 പൈസ 10 പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് വെച്ചിട്ട് ഈ മക്കോ മദീനും കാണുന്നിട്ട് ഇങ്ങനെ നമ്മൾ കണ്ണിൽ വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചു തരും. ഇങ്ങനെ ഇതാണ് മക്ക, ഇതാണ് മദീന, ഇതാണ് ഹജറുൽ അസ്വദ്, ഇതാണ് അതാണ്, ഇങ്ങനെ കാണിച്ചു തരും. അതൊരു 50 കൊല്ലം മുമ്പത്തെ കഥയാണ്. എന്നാൽ നോക്കൂ, അതിൻ്റെയും മുമ്പത്തെ കാര്യം നോക്കൂ. 100 കൊല്ലം മുമ്പ് അങ്ങനെ ഒരു ചിത്രം ലോകത്തിന്റെ നാനാഭാഗത്ത് കോടിക്കണക്കിന് മനുഷ്യർ കഅബയെ ഖിബിലയാക്കി അവർ നമസ്കരിക്കുന്നു. കഅബയിലേക്ക് അവർ തിരിഞ്ഞിരിക്കുന്നു. രോഗികളെ കഅബയിലേക്ക് തിരിച്ചു കിടത്തുന്നു. മരിച്ചു കഴിഞ്ഞാൽ മണ്ണിൽ കഅബയിലേക്ക് തിരിച്ചു കിടത്തുന്നു. പക്ഷെ കഅബ അവർ കണ്ടിട്ടില്ല. ഒരു അപൂർവം ആളുകൾ, ഹജ്ജിനൊക്കെ വളരെ ദുരിതം പിടിച്ച യാത്ര ചെയ്ത അപൂർവം ആളുകൾ മാത്രമേ കഅബ. പക്ഷെ കഅബ കണ്ടിട്ടില്ലെങ്കിലും കഅബ അവരുടെ കണ്ണിലുണ്ടായിരുന്നു, അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അതാണ് കഅബയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഇതിന്റെ പ്രത്യേകത അനുഗ്രഹീതമായ ഭവനം. കോടിക്കണക്കിന് ആളുകൾ ഓടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് ലക്ഷങ്ങൾക്ക് മാത്രം അവസരം കിട്ടും. കിട്ടാതെ ആളുകൾ, അല്ലേ? കഅബയിൽ എത്താൻ എത്ര കൊതിയാണ് മനുഷ്യന്മാർക്ക്. പക്ഷെ സാധിക്കുന്നില്ല. ലോകത്തെ എവിടെങ്കിലും ഒരു ഭവനം എങ്ങനെയുണ്ടോ? ലോകത്തെ ഏതെങ്കിലും ഒരു മന്ദിരം എങ്ങനെയുണ്ടോ? ലോകത്തെ ഏതെങ്കിലും ഇടം ഇങ്ങനെ ഉണ്ടോ? കഅബയെ പോലെ ഇല്ല. അതാണ് കഅബയുടെ പ്രത്യേകത. മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ. അനുഗ്രഹീതമായ ഭവനം, സന്മാർഗത്തിന്റെ കേന്ദ്രവും ഗേഹവും. അവിടുന്നാണ് സന്മാർഗം. കഅബയിൽ നിന്നാണ് ലോകത്തിന് മുഴുവൻ ആവശ്യമായ വെളിച്ചം പ്രസരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രകാശഗോപുരമായിട്ട് പരിശുദ്ധ കഅബ നിൽക്കുക. ധാരാളം ദൃഷ്ടാന്തങ്ങൾ അവിടെ ഉണ്ട്. ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാമ ഇബ്രാഹിം. ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. മഖാമ ഇബ്രാഹിം അതിൽപ്പെട്ടതാണ്. വമൻ ദഖലഹു കാന ആമിന. സമാധാനത്തിന്റെ കേന്ദ്രമാണ്. അവിടെ ആര് പ്രവേശിച്ചാൽ സമാധാനമായി. നിർഭയത്വത്തിന്റെ കേന്ദ്രം. അതുകൊണ്ട് എന്താണ് പറയാനുള്ളതെന്നറിയോ? വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. നിങ്ങളുടെ കൂട്ടത്തിൽ കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ ആ ഭവനം സന്ദർശിച്ച് അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് നിർവഹിക്കണം. കഴിയുന്ന ആളുകളുണ്ട്. മൻ ഇസ്തതാഅ ഇലൈഹി സബീല. കഴിയുന്നവർ. നമ്മൾ പറയാലോ, എന്തിനാ പഴയ മലയാളം വെച്ചിട്ട് പറയാൻ നല്ല സുഖമുള്ളൊരു മലയാളമാണ്. തടിയാലും മുതലാലും വഴിയാലും. ആരോഗ്യം വേണം. തടിയാലെന്ന് പറഞ്ഞാൽ ആരോഗ്യം ഉണ്ടാവും. മുതല വേണം, അത് പോയി വരാം. അത് അത്യാവശ്യം ജീവിതത്തിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിച്ചും നമുക്ക് പോകാൻ പറ്റണം. എല്ലാം കഴിച്ചിട്ട് അല്ല,
അത്യാവശ്യ സംഗതികളൊക്കെ സെറ്റാക്കിയിട്ട് പോകാം. പിന്നെ പോയി വരാനുള്ള യാത്രയും സൗകര്യമൊക്കെ വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലും ചില നാടുകളിൽ എത്രയോ നാടുകളുണ്ടായിരുന്നു ഹജ്ജിനും ഉംറക്കൊന്നും വിടൂല. പൈസയുണ്ട്, ആരോഗ്യമുണ്ട്, പക്ഷെ കാര്യമില്ല, നിവൃത്തിയില്ല. അവിടെയാണ് മനിസ്തത്താഇലൈഹി സബീല. ഇത് മൂന്നും ഒത്തു വന്നാൽ ഹജ്ജ് നിർബന്ധമായി. ഈ 3 സംഗതികളും ഒത്തു വന്നാൽ ഹജ്ജ് നിർബന്ധമായി. അപ്പൊ അത് ഏത് വയസ്സിൽ? 60 കഴിഞ്ഞിട്ടാണ് ഹജ്ജ് നമ്മളെ ആളുകളായി ധരിച്ചു വെച്ചിട്ടുണ്ട്. അതിന് കുറെ കാരണം ഉണ്ടെന്ന് വെച്ചാൽ, ഒന്ന് അത്യാവശ്യ കളികളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് ലെവൽ, പിന്നെ അവസാനം ഒന്ന് തൗബ ചെയ്തിട്ടൊക്കെ ഒന്ന് നേരാവാൻ വേണ്ടി. ഇപ്പൊ തന്നെ പോയി കഴിഞ്ഞാൽ ജീവിതം പിന്നെയും ബാക്കി കിടക്കാം. 30 വയസ്സിലെ ഹജ്ജ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും അല്ലേ? ശരിക്കും ഒരാൾക്ക് 15 വയസ്സിൽ പ്രായപൂർത്തിയായിട്ടുണ്ടെന്ന് വിചാരിക്കും, അവന് ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, യാത്രാ സൗകര്യം ഉണ്ടെങ്കിൽ അവന് ഹജ്ജ് നിർബന്ധമായി. ആ ഹജ്ജിനെയാണ് പിന്നെ 80-ആം വയസ്സിലേക്ക് നമ്മൾ നീട്ടിക്കൊണ്ടുപോകുന്നത്. എന്നിട്ടോ നല്ല ആരോഗ്യത്തോടുകൂടി ചെയ്യേണ്ട ഒരു പരിപാടിയാണ്, ഒരു കർമ്മമാണ്. പക്ഷേ എന്നിട്ട് അതിന് വയ്യ കസേരയിൽ ഉന്തി മറ്റുള്ളവർ താങ്ങി അങ്ങനെ കൊണ്ടുപോയിട്ട് എന്തിനങ്ങനെ വെച്ച് നീട്ടണം? വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. ഇത് നിങ്ങളുടെ കടമയാണ്. അല്ലാഹു തആല വിളിച്ചിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അതിഥിയായിട്ട് വരാൻ ലൊയൂഫുർ റഹ്മാൻ എന്ന ഹാജിമാർക്ക് പറയാം, അള്ളാഹുവിൻ്റെ ഗസ്റ്റുകൾ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഭവനം സന്ദർശിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അതിഥികളായിട്ട് ചെല്ലൂ, നിങ്ങൾക്കതിന് സൗകര്യമുണ്ടെങ്കിൽ കടന്നു വരൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. അപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ പറഞ്ഞെന്താണെന്നറിയോ? ഇതിന് സൗകര്യം ഉണ്ടായിട്ടും ഇതിന് പോവാതെ, പല കാരണങ്ങളാൽ ഇതിന് പോവാതെ ഇത് മടിച്ച് മാറി നിൽക്കുന്ന, നീട്ടി വെച്ചുകൊണ്ടിരിക്കുന്നവരെ കുറിച്ച് പറഞ്ഞെന്താണെന്നറിയോ? വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. ഇനി അതല്ല, ആരെങ്കിലും കാഫിറാകാനാണ് ഉദ്ദേശമെങ്കിൽ അള്ളാഹു തആലയ്ക്ക് ഇവരുടെ ഹജ്ജും പ്രാർത്ഥനയും ഒന്നും ആവശ്യമല്ല. ഇത് ഇവർക്ക് വേണ്ടി തന്നെയുള്ളതാണ്. അപ്പം അതിന് സൗകര്യപ്പെട്ടിട്ട് മൻ ഇസ്തതാഅ ഇലൈഹി സബീല, ഈ ഇസ്തിതാഅത്ത് ഉണ്ടായിട്ട് അത് പോകാതെ പിന്നെ അത് ഉപേക്ഷിക്കുന്നവരോ അതിൽ അലംഭാവം കാണിക്കുന്നവരോ അവരെ കുറിച്ച് വമൻ കഫറ, ആരെങ്കിലും പിന്നെ നിഷേധിയാവാൻ തീരുമാനിച്ചു. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന ഹജ്ജ് നിർബന്ധമായിട്ടും അത് വേണ്ടെന്ന് വെക്കുകയോ അതിൽ അലംഭാവം കാണിക്കുകയോ ചെയ്യുന്നത് കുഫ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ വ്യക്തമായിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ? ഹജ്ജ് നിർബന്ധമായിട്ട് അതിനുള്ള സൗകര്യം ഉണ്ടായിട്ട്, നിർബന്ധമാകാന്ന് പറഞ്ഞാൽ ഈ 3 കാര്യം ഒക്കണം. ഇത് എന്നിട്ട് ഒരാൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ ജൂതനോ ക്രിസ്ത്യാനിയോ എന്തോ ആയിട്ട് മരിക്കട്ടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും ഗൗരവമുള്ള വിഷയം അല്ലേ? അപ്പോൾ അത് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നമ്മൾ ആളുകൾ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് പല രൂപത്തിൽ പറയാനുണ്ട്, അവസാനിപ്പിക്കാൻ. അപ്പോൾ നമ്മുടെ സഹോദരന്മാർ ഈ ഒരു സംഗതിയുടെ പ്രാധാന്യം മനസ്സിലാക്കി അവരുടെ നെഞ്ചിൽ അവർ സൂക്ഷിച്ച, അവർ പ്രതിഷ്ഠിച്ച കഅബയെ നേരിൽ കാണാൻ വേണ്ടി പോവാം. കഅബ നേരിൽ കാണുക, കണ്ണിലും കാണുക. നമ്മളിതുവരെ തിരിഞ്ഞ് നമസ്കരിച്ച, നമ്മളിരുന്ന് പ്രാർത്ഥിച്ച, മരിച്ചാൽ കിടത്തിയ, മരിക്കുമ്പോൾ കിടത്തിയ ആ കഅബയെ നമ്മുടെ മുന്നിലും കാണില്ലേ? അത് കാണാൻ വേണ്ടി നമ്മൾ പോവാം. അതിലൊന്ന് തൊടുക, ആ ഹജറുൽ അസ്വദിലൊന്ന് തൊടാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൽ കഅബയിൽ എവിടെങ്കിലും ഒരു ഭാഗത്തൊന്ന് തൊടാം. അതിൽ മുൽത്തസിമിൽ നിന്ന് എന്ന് വെച്ചാൽ ഈ ഹജറുൽ അസ്വദിൻ്റെ അതിൻ്റെ വാതിലിൻ്റെ ഇടയിലുള്ള സ്ഥലം അല്ലേ, അവിടെ ഒന്ന് തൊടാം. റുക്നുൽ യമാൻ ഇങ്ങനെ പരിശുദ്ധ കഅബയിലൊന്ന് തൊട്ട് അതിലേക്കൊന്ന് നോക്കി അതിന് ചുറ്റൊന്ന് വലം വെച്ച് ഏകനായ അള്ളാഹുവിൻ്റെ മഹത്വത്തെ പ്രകീർത്തിച്ച് ഞങ്ങളൊന്നാണ്, ഞങ്ങളുടെ നാഥനൊന്നാണ്, ഞങ്ങളുടെ ലക്ഷ്യവും കേന്ദ്രവും ഒന്നാണ്. അള്ളാഹു ഏകൻ, ഞങ്ങൾ മനുഷ്യരെന്ന നിലക്ക് ഞങ്ങൾ ഏക സഹോദരന്മാർ, ഞങ്ങളുടെ ലക്ഷ്യവും കേന്ദ്രവും ഒന്നും എന്നും പറഞ്ഞിട്ട് മനസ്സിൽ വെച്ചിട്ട് അതിന് തവാഫ് ചെയ്യാം. ഇതിനൊരവസരം കിട്ടിയാൽ അള്ളാഹു തആല ജീവിതത്തിൽ നൽകുന്ന ഏറ്റവും വലിയ അവസരം. പ്രിയമുള്ളവരെ, ആഗ്രഹിച്ചുകൊണ്ടിരിക്കണം, അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ സഹോദരന്മാർ ആ യാത്രയിലാണ്, അവരൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള വിഷമവും പ്രയാസവും ഇല്ലാതെ നാഥ സർവശക്തനായ തമ്പുരാനെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് മബ്രൂറായ നല്ല സമാധാനപൂർണ്ണമായ ഹജ്ജ് നിർവഹിച്ച് ഞങ്ങളിലേക്ക് തിരിച്ചെത്താൻ, അവരുടെ പ്രിയപ്പെട്ടവരിലേക്ക് തിരിച്ചെത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ അൽ-അദീം ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد. أيها المؤمنون أوصيكم عباد الله وإياي ثانيا بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ ദുൽ ഹജ്ജ് മാസത്തിലെ
ആദ്യത്തെ 10 ദിവസം വളരെ പ്രധാനപ്പെട്ടത്. വൽ ഫജ്രി വലയാലിൻ ആശ്. ആ 10ാമത്തെ ദിവസം എന്ന് പറയുന്നത് എങ്ങനെയെന്നറിയോ? അതാണ് പെരുന്നാൾ ദിവസം എന്ന് പറയുന്നത്. ബലിദിനം എന്ന് പറയും. യൗമുൻ നഹർ, ബലി അറുക്കുന്ന ദിവസം. നമുക്ക് 2 പെരുന്നാളുണ്ട്. ഒന്ന് ഈദുൽ ഫിത്തറാണ്, ഒന്ന് ഈദുൽ അദ്ഹ, ബലി പെരുന്നാൾ. നമ്മളതിൻ്റെ വലുതും ചെറുതാക്കി മാറ്റിയിട്ട് നമ്മൾ പറയും, അതൊരു പ്രയോഗം, രണ്ടും വലുത് തന്നെ. അപ്പോൾ ബലി പെരുന്നാൾ എന്ന് പറയുന്ന ഒരു ദുൽ ഹജ്ജ് 10-ന് നമുക്ക് പെരുന്നാളുണ്ട്. ഈ പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബലിദിനമാണ്. ഹാജിമാർ അവിടെ ബലിയറുക്കും. ഹാജിമാരിൽ മിക്ക ആളുകൾക്കും ബലി നിർബന്ധമാവും. കാരണം ആ ഹജ്ജിൻ്റെ ഒരു രീതിയുണ്ട്, 3 രീതിയിലുണ്ട് ഹജ്ജ്. ബലിയില്ലാതെ ഹജ്ജ്, അറക്കാതെ ഹജ്ജ് ചെയ്യാവുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. പക്ഷെ അത് എളുപ്പമല്ല. അപ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ടും ഈ മുത്താ എന്ന് പറയുന്ന ഇഹ്റാമാണ് ആളുകൾ സ്വീകരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ബലി ആവശ്യമായിട്ട് വരും. അപ്പോൾ ബലിയറുക്കും. അപ്പോൾ അവിടെ ബലിയറുക്കും. അന്ന് ഹാജിമാർ അവിടെ ബലിയറുക്കുമ്പോൾ ലോകത്ത് വിശ്വാസികൾ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അവിടെ ബലിയറുക്കും. ബലിയറുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു അത് വാജിബാണെന്നാണ്. കഴിയുന്ന ആളുകൾക്ക് ബലിയറുക്കൽ വാജിബാണ്. കാരണം ഹദീസ് ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബലിയറുക്കാൻ കഴിവുള്ള ആൾ അത് അറക്കാതെ ആണെങ്കിൽ, അറുത്തിട്ടില്ലെങ്കിൽ അവർ നമ്മളെ മുസല്ലയിലേക്ക് വരണ്ടെന്ന്, നമ്മളെ കൂടെ നിസ്കരിക്കാൻ വരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം അത്രയും ഗൗരവമുള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് ഇമാം അബൂ ഹനീഫ പറഞ്ഞു അത് വാജിബാണ്. പക്ഷെ മറ്റു മദ്ഹബിൻ്റെ ഇമാമികളൊക്കെ പറഞ്ഞത് ശക്തിയുള്ള സുന്നത്താണ്, മുഅക്കദായ സുന്നത്താണ്. കാരണം അതൊരു ഇസ്ലാമിൻ്റെ ചിഹ്നമാണ് എന്നതാണ്. അത് എവിടെ നിന്ന് തുടങ്ങിയതാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കഥ നമുക്കറിയാലോ. അള്ളാഹു താല തൻ്റെ മകനെ ബലിയെറുക്കാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ അതിന് സന്നദ്ധനായി ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അപ്പോൾ പറഞ്ഞു അത് വേണ്ട, പകരം ഒരു ആടിനെ കൊടുത്തിട്ട് അതിനെ അറുക്കാൻ വേണ്ടി പറഞ്ഞു. അന്ന് മുതൽ അത് ഉള്ള സംഗതിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി സാധ്യമായവരൊക്കെ ഈ ബലി കർമ്മത്തിൽ പങ്കെടുക്കണം. ഒരു എണ്ണത്തെ ഒന്നിച്ചറക്കാൻ പറ്റുകയാണെങ്കിൽ അതിൽ എന്തിനെയാണ് അറക്കേണ്ടത്? ആളുകൾ ഇപ്പോൾ ചിലർ ഭയങ്കര പുരോഗമനമാണ് ഈ ആളുകൾക്ക്. ചിലർ കോയിനർത്താലും മതി, കോയിനർത്താലും ബലിയാവും. അതായത് ഖുർആനും ഹദീസൊക്കെ ഇങ്ങോട്ട് ചവിട്ടി തെറിപ്പിച്ചിട്ട് അവരോരുത്തർ അവനവൻ്റെ എന്താ പറയുക യുക്തിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അറക്കാനല്ലേ പറഞ്ഞാൽ. അപ്പോൾ മിൻ ബഹീമത്തുൽ അൻആം എന്ന ഖുർആൻ പറഞ്ഞു. ബഹീമത്തുൽ അൻആം എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു ഒന്നുകിൽ ഒട്ടകമായിരിക്കണം, ഒട്ടകവർഗത്തിൽ, അല്ലെങ്കിൽ പശുവർഗത്തിൽപ്പെട്ട പശു, പോത്ത് ഒക്കെ കേട്ടോ, അല്ലെങ്കിൽ ആട് വർഗത്തിൽ. ഈ 3-ൽപ്പെട്ട ഒന്നിനെയാണ് ബലിയറുക്കേണ്ടത്. അത് കോയിനറുത്തിട്ടും താറാവിനറുത്തിട്ടും ബലിയറുത്തിട്ട് കളയാമെന്ന്. ഇതിങ്ങനെ എന്താ വെച്ചാൽ ഈ ഭയങ്കര യഥാർത്ഥത്തിൽ ദീനിനെ പിന്നെ ഉള്ളിൽ നിന്ന് മാന്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കുറച്ച് ആളുകൾ നടക്കുന്നുണ്ട്. പണ്ടുണ്ട് ഈ ഹദീസൊക്കെ നിഷേധിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നിഷേധിക്കുക, ഖുർആനെ തോന്നി വാരി വ്യാഖ്യാനിക്കുക എന്നൊക്കെ പറഞ്ഞ കുറേ ആളുകളുണ്ടല്ലോ. അപ്പോൾ അതിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ താറാവ് കോയിനറുത്താൽ മതി. ഇത് കോഴിയല്ല, ആട് അല്ലെങ്കിൽ ഒട്ടകം, പശു, പോത്ത്, നീ പറഞ്ഞതാണ്. ഇതിലേതെങ്കിലും ഒന്നിനെ നിങ്ങൾ ഒന്നുകിൽ അത് വലുതാണെങ്കിൽ 7 പേര് ചേർന്നിട്ട്, അല്ലെങ്കിൽ ആടൊക്കെ ആണെങ്കിൽ ഒറ്റയ്ക്ക് നമ്മൾ ഷെയർ ആയിട്ട് 7 പേരെ ആവാം. 7 പേര് നിർബന്ധമല്ല, 2 ആൾക്കാവാം, 3 ആൾക്കാവാം, 4 ആൾക്ക്, 5 ആൾക്കൊക്കെ ആയിട്ട് എന്തായിരുന്നാലും ആ കർമ്മം നമ്മുടെ ഒരു ചിഹ്നമാണ്. അപ്പോൾ എന്തിനാ ബലിയർക്കണം? വേറെ ചില ആളുകൾ ഇത് നേരത്തെ ഉള്ളിൽ നിന്നാണ് താറാവിന് കോയിനറുക്കാൻ പറയുന്നതെങ്കിൽ പുറത്തുനിന്ന് പറയുന്നവരെന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ക്രൂരമായ ഒരു ആചാരം ഇസ്ലാമിൽ ഇനിയിപ്പോൾ നടക്കാൻ പോവുകയാണ്. എന്താണെന്ന് വെച്ചാൽ കുറേ മൃഗങ്ങളെ ബലിയർക്കും. അവർ ജീവന് വലിയ വില കൊടുക്കുന്നവരാണ്. പക്ഷേ ഈ പെരുന്നാളിന് ബലിയർക്കുന്ന ജീവൻ്റെ വില മാത്രമേ അവർ കാണുന്നുള്ളൂ എന്നുള്ളതാണ്. പെരുന്നാളിന് ബലിയർക്കുന്ന ജീവന് തന്നെ വിലയുള്ളൂ എന്നാണ്. ദിവസേന കൊന്നു തിന്നുന്ന കോഴിൻ്റെ ജീവൻ വിലയല്ല. കോടിക്കണക്കിന് കോഴികളെ ഒരു ദിവസം അറക്കണം അല്ലേ? ദിവസേന ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന എണ്ണമറ്റ മത്സ്യങ്ങളുടെ ശ്വാസം മുട്ടിച്ചാൽ കൊല്ലണേ. കരയത്തുകൊണ്ട് പിടിച്ചിട്ടിട്ട് ശ്വാസം മുട്ടിയിട്ട് മത്സ്യങ്ങൾ ചാവുക. എന്നിട്ട് അത് ഫ്രൈ ആക്കി അടിക്കുന്നതിന് അവിടെ ഒന്നും ജീവൻ്റെ വിലയില്ല. അല്ലെങ്കിൽ ആവശ്യമായ സംഗതികളൊക്കെ കൊന്നുകൊണ്ടിരിക്കുക, അതിലൊന്നും. പക്ഷേ ഒരു പെരുന്നാൾ ദിവസം വിശ്വാസികൾ ബലിയർക്കുക, ദൈവത്തിന് ചോര കൊടുക്കാൻ. ആരെങ്ങളോട് ദൈവത്തിന് ചോര കൊടുക്കാനാന്ന് പറഞ്ഞത്? ബലിയെക്കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞത്? ബലിയെക്കുറിച്ച് പറഞ്ഞത് കുലൂ മിൻഹാ വഅത്ഇമുൽ ബാഇസൽ ഫഖീർ. അത് നിങ്ങൾ കഴിച്ചോളൂ, പാവങ്ങൾക്ക് തിന്നാൻ കൊടുത്തോളൂ. അതാ പറഞ്ഞത്. ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. വ്യക്തമായിട്ട് പറഞ്ഞു. കാരണം ഇങ്ങനെ കുറച്ച് ആളുകൾ ഉണ്ടാവുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ മനസ്സിലാക്കിയിട്ട്. അള്ളാഹ്ക്ക് അറിയാലോ, അള്ളാഹുവിലേക്ക് നിങ്ങൾ അറുക്കുന്ന മൃഗത്തിൻ്റെ രക്തം എത്തുന്നില്ല, മാംസം എത്തുന്നില്ല. വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. നിങ്ങളുടെ മനസ്സിൻ്റെ ഭക്തി അള്ളാഹുവിലേക്ക് എത്തും. നിങ്ങൾ എന്തുദ്ദേശം വെച്ചിട്ടാണ് ബലിയറുത്തത്? അത് നിങ്ങളുടെ ഭക്തിയാണോ? നിങ്ങളുടെ മനസ്സിലെ ഈമാനും തഖ്വയുമാണോ നിങ്ങളെ അതിനെ പ്രേരിപ്പിച്ചത്? അത് അള്ളാഹുവിലേക്ക് എത്തും. രക്തം അള്ളാഹ്ക്ക് വേണ്ട, മാംസം അള്ളാഹ്ക്ക് വേണ്ട. അതുകൊണ്ട് അതെവിടെയെങ്കിലും അറുത്തിട്ട് തെറിപ്പിച്ചിട്ട് അത് പ്രതിഷ്ഠയിലും ബിംബത്തിലും ഒഴിക്കുന്ന അതൊന്നുമില്ല.
പക്ഷെ എന്തിനാ നിങ്ങൾ അറുക്കുന്നത് അറിയോ? അത് നിങ്ങൾക്ക് കഴിക്കാം. പിന്നെ മനുഷ്യന്മാർ 2 രൂപത്തിൽ പറഞ്ഞു. കുലൂ മിൻഹാ വഅത്ഇമുൽ ബാഇസൽ ഫഖീർ എന്ന് പറഞ്ഞു ഒരിടത്ത്, വേറെടുത്ത് പറഞ്ഞു കുലൂ മിൻഹാ വഅത്ഇമുൽ ഖാനിഅ വൽ മുഅ്തർ എന്ന് പറഞ്ഞു. എന്താണെന്നറിയോ? പാവങ്ങൾ ചിലർ അവരുടെ അഭിമാനം കൊണ്ട് പറയാതെ കഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ കണ്ടെത്തി ഇട്ട് കൊടുക്കുക. കാരണം മനുഷ്യനെ ഏറ്റവും പണ്ടും ഇന്നും എന്നും മനുഷ്യരിൽ ഭൂരിപക്ഷ ആളുകളും എന്താണ്? മാംസാഹാരികളാണ്. മാംസം ഒരു പ്രിയപ്പെട്ടതാണ്. പലപ്പോഴും കൊല്ലത്തിലൊരിക്കൽ, ഇപ്പോൾ നമ്മൾ ഈ ഇന്ത്യയിൽ തന്നെ കൊല്ലത്തിലൊരിക്കൽ മാത്രം ആട്ടിറച്ചി തിന്നുന്ന ആളുകളുണ്ടല്ലോ, മാംസം തിന്നുന്ന ആളുകളുണ്ടല്ലോ. എന്താണെന്നറിയോ? ഉളുഹിയ്യത്ത് കിട്ടുമ്പോൾ മാത്രം. ഞാനൊരു വീഡിയോ ഒരിക്കൽ കണ്ടിരുന്നു. ഒരു ഈജിപ്ഷ്യൻ, ഞങ്ങൾ ജോലി ചെയ്യുമ്പോൾ ഒരു ഈജിപ്ഷ്യൻ എൻ്റെ സഹപ്രവർത്തകൻ എനിക്ക് കാണിച്ചു. ഈ ഒരു വീഡിയോ കണ്ടല്ലോ. എന്താ വെച്ചു, ഒരു കുട്ടിയോട് ചോദിക്കുകയാണ്, നിനക്ക് ലഹം ഇഷ്ടമാണോ എന്ന്. അപ്പോൾ ആ കുട്ടി എന്താ ലഹം എന്ന് ചോദിക്കാം. എന്താണ് ലഹം? അപ്പോൾ ഈ ചങ്ങാതി അങ്ങോട്ട് കരയാണ്. ഈ കുട്ടി അത് കണ്ടിട്ട് എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാ സുഖങ്ങളിലും സൗകര്യങ്ങളിലും എന്താ പറയുക, രാവിലെ ഇത് മറ്റത്, ഉച്ചക്ക് അത് മറ്റത് അറച്ച് ഇങ്ങനെ തിന്ന് ജീവിക്കല്ല കേട്ടോ മനുഷ്യന്മാർ ജീവിതം എന്ന് പറഞ്ഞാൽ പോരാടിക്കൊണ്ടിരിക്കുക. ജീവൻ നിലനിർത്താനുള്ള പോരാട്ടമാണ് നടക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത ഒരുപാട് മനുഷ്യന്മാരുണ്ട്. ഒരിക്കൽ കിട്ടിയാൽ അല്ലേ. അപ്പോൾ നമുക്കൊന്ന് അള്ളാഹ് തൗഫീഖ് ചെയ്തിട്ട് മലപ്പുറം ജില്ലയിൽ മലബാറിൽ കുറച്ച് ആൾ നമുക്ക് ഇന്നിപ്പോൾ ഇറച്ചി ഒരു പ്രശ്നമില്ല അല്ലേ. എന്നായതാണത്? ഇതിപ്പോൾ കുറച്ചാലായിട്ടായിട്ടുള്ളൂ അല്ലേ. അപ്പം അതുകൊണ്ട് നമുക്കതിന് വിഷയമല്ല. അതുകൊണ്ട് ആർക്കും ഇറച്ചി വേണ്ടതെന്ന്, ആരാ ഇറച്ചി, അങ്ങനെയൊക്കെയാണ് ചോദിക്കാം. ഇത് നിങ്ങൾക്ക് ആഹാരമാണ്, ഏറ്റവും പ്രിയപ്പെട്ട ആഹാരം. ഇതൊക്കെ പറഞ്ഞാലും കുത്തുബ ഇപ്പോൾ നീളുണ്ടോ നോക്ക്. ചിലരിങ്ങനെ നോക്കുന്നുണ്ടാവും വാച്ചിലേക്ക്. എന്തിനാ നോക്കണ്ട അറിയോ? നല്ല ബീഫ് ബിരിയാണിയാണ് വീട്ടിലുണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ വാച്ചിലേക്ക് നോക്കുന്നുണ്ടാവും. അത്രയില്ല, ഒരു മുരിങ്ങയും ചീരയൊക്കെ ഉള്ളെങ്കിൽ ആളുകൾക്ക് 5 മിനിറ്റ് കൂടി കുത്തുവന്ന് ഉണ്ടായാലും പ്രശ്നം ഉണ്ടാവില്ല. നമ്മളൊരു മാനസികാവസ്ഥയെക്കുറിച്ച് ഞാൻ പറയാം. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ആഹാരം എന്ന് പറയുന്നത് മനുഷ്യർ എന്നും എന്താണ്? മാംസാഹാരമായിട്ടാണ് വരിക. അപ്പോൾ ഇത് നിങ്ങൾ മനുഷ്യർക്ക് കൊടുക്കുക, ആവശ്യമുള്ളവന് കൊടുക്കുക. കുറച്ച് നിങ്ങൾ കഴിച്ചോളി, 1/3 വരെ നിങ്ങൾക്ക് എടുക്കാം അല്ലേ. 1/3 നമ്മുടെ കുടുംബത്തിലും ബന്ധത്തിലും മറ്റോടൊക്കെ കൊടുക്കുക, ഒരു 1/3 പാവങ്ങൾക്കും കൊടുക്കുക. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാർ. അപ്പം നിങ്ങളതിൻ്റെ കണക്കൊന്നും നോക്കണ്ട, നിങ്ങൾക്ക് കുറച്ചായിരുന്നു എടുത്തോളൂ, അല്ലെങ്കിൽ 1/3 വരെ പരമാവധി അന്ന് എടുക്കുക, ബാക്കിയുള്ളത് ആവശ്യക്കാർക്ക് കൊടുക്കുക. ഇതിനാണ്. അപ്പം ഇതൊരു മഹത്തായ കർമ്മ. നമ്മുടെ 2 ആരാധനകളിലും മറ്റു മനുഷ്യരെ പരിഗണിച്ചുകൊണ്ടാണ്. ഈദുൽ ഫിത്തർ ആകുമ്പോൾ അവിടെ പാവപ്പെട്ട ഒരാളും ഈ നാട്ടിൽ പട്ടിണി കിടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു. രണ്ടാമത് പറഞ്ഞത് മനുഷ്യർക്ക് ഏറ്റവും അവർ കാത്തിരിക്കുന്ന ആഹാരം കൊടുത്തിട്ട്, ആടാവട്ടെ പശുവാട്ടെ, അത് ഏതെങ്കിലും അല്ല, സന്തോഷത്തോടെ തിന്നാൻ പറ്റും. അതായത് തൃപ്തിയോടെ തിന്നാൻ പറ്റുന്ന അല്ലേ. നമ്മളിപ്പോൾ ബീഫൊക്കെ വാങ്ങി എന്ത് എവിടെ കിടന്ന തല്ലിക്കൊന്നാണോ, അത് അസുഖം പിടിച്ച ഒന്നും അറിയില്ല. എല്ലാ ലക്ഷണങ്ങളും മൊത്തം മനുഷ്യർക്ക് സമാധാനത്തോടെ കഴിക്കാൻ പറ്റുന്ന മാംസാഹാരം മനുഷ്യർക്ക് കൊടുക്കുക. ഇതല്ലേ ബലി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കാതെ ആളുകൾ അങ്ങ് പറയാം. അപ്പോൾ അതിലൊന്നും നമ്മൾ വീഴില്ല. ഈ സുന്നത്തിനെ നമ്മൾ നിലനിർത്തും. ഇത് ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ നടത്തും. അപ്പോൾ ഇതിൽ പങ്കുവഹിച്ചിട്ടില്ലാത്തവർ ഇനിയും അതിൻ്റെ അവസാന സമയങ്ങളാണ്, അതിനുവേണ്ടി മുന്നോട്ട് വരണമെന്ന് കൂടി ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം പ്രാർത്ഥനയാണ്. നമ്മുടെ ഗസയിലെ സഹോദരന്മാർ അതിരൂക്ഷമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോവാം. 1000കണക്കിന് കുട്ടികൾ മരിക്കുന്ന അവസ്ഥയിലാണെന്നാണ്. മുലപ്പാൽ കൊടുത്തിട്ടെങ്കിലും അവരെ രക്ഷിക്കാൻ പറ്റുന്ന ഒരു ഇത്തിരി പാൽ കൊടുക്കാൻ പോലും, അതിനൊരു ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത അമ്മമാരാണ്. അതിരൂക്ഷമായ പ്രതിസന്ധിയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഇത് കാണുന്നുണ്ട് കേട്ടോ. വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ യഅമലു ളാലിമൂൻ. അക്രമികൾ ചെയ്യുന്നതിനെ കുറിച്ച് അള്ളാഹു അശ്രദ്ധനല്ല കേട്ടോ. റബ്ബ് സുബ്ഹാനഹു വ തആല ഒക്കെ കാണുന്നുണ്ട്. അടുത്തൊരു പരീക്ഷണമാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒന്നും ചെയ്യാനില്ല, പ്രാർത്ഥന മറക്കാതിരിക്കുക, വിടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. തീർച്ചയായും സാഹചര്യം മാറും, ചുറ്റുപാടുകൾ മാറും, അക്രമികൾ നിലംപരിശാകും, സത്യത്തിന് വിജയമുണ്ടാകും. യാതൊരു തർക്കമില്ല, യാതൊരു സംശയമില്ല. പക്ഷേ നാളുകൾ, ഒരുപക്ഷെ പരീക്ഷണത്തിൻ്റെ നാളുകൾ കടന്നു പോവുകയാണ്. പ്രാർത്ഥന കൊണ്ട് കൂട്ടിയിരിക്കണം നമ്മുടെ സഹോദരന്മാരോടൊപ്പം. അവർക്ക് വേണ്ടി രാവും പകലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പട്ടിണി കിടക്കുന്ന, ദുരിതം പേറുന്ന, വീടില്ലാത്ത, തെരുവിൽ കഴിയുന്ന, വെള്ളമില്ലാത്ത, ചികിത്സയില്ലാത്ത കഷ്ടപ്പെടുന്ന നമ്മുടെ ഒരു തെറ്റും അവർ ചെയ്തിട്ടില്ല. അവരുടെ നാട്ടിൽ അവർ ജീവിക്കണമെന്ന് പറഞ്ഞു എന്ന് മാത്രം. അത് പിടിച്ചെടുത്ത് മറ്റുള്ളവരാക്രമിക്കും. പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരങ്ങളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു അക്രമികളെ തുരത്തണേ തമ്പുരാനെ, അക്രമികളെ പാഠം പഠിപ്പിക്കണേ തമ്പുരാനെ, സത്യത്തിനും സത്യവിശ്വാസികൾക്കും വിജയം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഗസയിലെ ഞങ്ങളുടെ സഹോദരങ്ങളെ സഹായിക്കണേ തമ്പുരാനെ, കുഞ്ഞുങ്ങളെ സഹായിക്കണേ നാഥ, വൃദ്ധന്മാരെ സഹായിക്കണേ, വൃദ്ധകളെ സഹായിക്കണേ, ഗർഭിണികളെ സഹായിക്കണേ, സഹോദരിമാരെ സഹായിക്കണേ തമ്പുരാനെ. നിന്റെ സഹായമല്ലാതെ മറ്റൊന്നും
പ്രതീക്ഷയില്ലാത്ത അവസ്ഥയിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ കഴിഞ്ഞു പോവുകയാണ്. നാഥാ, നീ സഹായിക്കണേ, നിൻ്റെ സഹായം കൊണ്ട് അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ പാവങ്ങൾ പുറത്തു തരണേ നാഥാ. ഇരുലോകത്തും ഞങ്ങൾ വിജയിപ്പിക്കണേ തമ്പുരാനെ. ദുനിയാവിൽ ഞങ്ങൾക്ക് നന്മയും നല്ലതും വരുത്തണേ തമ്പുരാനെ. പരലോകം ഞങ്ങൾക്ക് അനുഗ്രഹീതമാക്കി തരണം. ഞങ്ങളുടെ രോഗികൾക്ക് ശിഫ നൽകണേ നാഥ. രോഗം കൊണ്ട് വിഷമിക്കുന്നവർ പലരും ഉണ്ട് നാഥ. ശിഫ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. താങ്ങാനാവാത്ത രോഗങ്ങളാൽ, പ്രയാസങ്ങളാൽ ഞങ്ങളെ പരീക്ഷിക്കരുതേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ തമ്പുരാനെ. നാഥ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ, അത്യുന്നതമായ സ്വർഗത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. അല്ലാഹുമ്മ സ്വല്ലി മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാലിൽ ഹജാത്ത് طيب ثراهم واجعل الجنة مأوانا ومأواهم اللهم أجرنا من النار اللهم أجرنا ووالدينا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم انصر إخواننا في فلسطين وغزة يا رب العالمين اللهم عليك باليهود الظالمين المعتدين يا أرحم الراحمين يا حي يا قيوم يا جبار يا قهار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وصلى الله على محمد وآله وصحبه وسلم والحمد لله رب العالمين.